7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന രേണുസുതി ആയാലും രേണുസുതിയുടെ കൂട്ടുകാരി ആയാലും ഈ പറയുന്ന സകലമാന വീഡിയോസും നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്തില്ല എങ്കിൽ ദാനമായിട്ട് കൊടുത്തിരുന്ന ആ ഒരു വസ്തു ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്തിരിക്കും. രേണുസുതിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു സംഭവം കൂടെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇത്തിരി ലേറ്റായി പോയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഈ രേണുസുതിക്കൊക്കെ ദാനമായിട്ട് കൊടുത്ത വസ്തു ഉണ്ടല്ലോ, ആ വസ്തു കൊടുത്തത് ആരാ നിങ്ങൾക്ക് അറിയാലോ, ബിഷപ്പ് നോബൽ ഫിലിപ്പാണ്. എന്നാൽ ആ ഒരു വ്യക്തി തന്നെ ആ ദാനമായി കൊടുത്ത വസ്തു ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. വക്കീൽ നോട്ടീസൊക്കെ അവർക്ക് അയച്ചിട്ടുണ്ട്. സൈഡിൽ എന്തായാലും എൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന മാറ്റർ ഞാൻ എന്തായാലും വായിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ ആ ഒരു വസ്തു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവരും ഇവരുടെ ഫ്രണ്ട്സും കൂടി എത്രത്തോളമാണ് ആ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഓടി നടന്ന് ആക്ഷേപിക്കുമായിരുന്നു. പ്രധാനമായിട്ട് ഈ രേണുവിൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവരായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ റീസൺ. അഥവാ ഇവർക്ക് ഈ ഒരു വസ്തു ക്യാൻസൽ ആവുകയാണെങ്കിൽ, അതായത് ദാനമായി കൊടുത്ത ആ ഒരു പ്രോപ്പർട്ടി ആ അച്ഛൻ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ പ്രധാന ഉത്തരവാദി ഇവരുടെ ഈ ഒരു കൂട്ടുകാരിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടേ. ഓവറായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മനുഷ്യർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു മനുഷ്യന് ഒരു മനസാക്ഷി ഉണ്ടായതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ആ ഒരു വസ്തു തന്നത്, പ്രധാനമായിട്ടും സുധിയുടെ ആ 2 മക്കളെ ആലോചിച്ചിട്ട്. എന്തായാലും രേണുസുതിയെ സംബന്ധിച്ച് ഇതൊന്നും ഏക്കാൻ പോകുന്നില്ല. കയ്യിലിപ്പോൾ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണമെങ്കിൽ പുതിയൊരു വീട് പണിയും, അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അങ്ങോട്ട് താമസം മാറും, എല്ലാം ചെയ്യാൻ രേണുസുതിയെ കൊണ്ട് പറ്റും. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമായിരിക്കത്തില്ല. പക്ഷേ ഞാൻ ആ പിള്ളേരെ പറ്റിയിട്ടാണ് ഇവിടെ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ ആ വക്കീൽ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റർ ഞാൻ ഇവിടെ വായിച്ചു തരാം. That you, your elder son and your friends have been publishing derogatory and fallacious videos defaming my client so as to cause damage to the reputation of my client among the right-thinking members of the society. You have also been publishing false claims regarding the lay and facilities of my client's property with the intention to depreciate its value. അതായത് നിലവിലുള്ള പ്രോപ്പർട്ടിയുടെ വില ഇടിയിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത തോന്നിവാസങ്ങൾ പറയുന്നു. പിന്നെ അച്ഛൻ എഗെയിൻസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ഇടുന്നു. രേണു മാത്രമല്ല, രേണുവിൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനകത്ത് കിച്ചുവിൻ്റെയും കൂടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കിച്ചു വീഡിയോസോ കാര്യങ്ങളൊന്നും പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദാറ്റ് യു ആൻഡ് യുവർ എൽഡർ സൺ എന്നാണ് ഇതിനകത്ത് സ്റ്റാർട്ടിങ് കിടക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മാറ്റർ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ വായിക്കാം. എബോവ് കണ്ടക്ട് ഓൺ യുവർ പാർട്ട് ഈസ് നോട്ട് ഓൺലി അൺവാറന്റഡ് ബട്ട് also contrary to law. These scandalous videos have been published by you, your friends and near ones with an intention to defame my client and consequently it has tarnished the reputation. വളരെ സത്യമാണ്. കാര്യം ആ ഒരു മനുഷ്യൻ ഒരു ബിഷപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളൊരു വീണ്ടും വിചാരം ഇല്ലാതെയായിരുന്നു പല പ്രവർത്തികളും ചെയ്തത്. കാര്യം അയാളെ പബ്ലിക്കായിട്ട് അയാളെ ടാർണിഷ് ചെയ്യുക, അയാളെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമെന്നോ അത്രത്തോളം ആ ഒരു വ്യക്തിയെ അപമാനിച്ച് കഴിഞ്ഞു ഇവർ. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. The videos have been shared across various social medias and has been seen by thousands. The entire actions on your part is an act of defamation which is civil wrong and criminal offense. Therefore, I hereby call upon you to desist from making any further scandalous or defamatory videos against my client, as well as to remove all such videos from social media within a period of 7 days. 7 ദിവസത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന, അതായത് അച്ഛനെതിരെ ഇട്ട സകലമാന വീഡിയോസും റിമൂവ് ചെയ്യണമെന്നാണ് ഈ ഒരു നോട്ടീസിനകത്ത് പറഞ്ഞു വരുന്നത്. കേട്ടല്ലോ. ഇനി അഥവാ 7 ദിവസത്തിനുള്ളിൽ റിമൂവ് ചെയ്തില്ലെങ്കിൽ ബാക്കി വരുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. Failing which take notice that appropriate criminal proceeding shall be initiated against you along with civil proceeding seeking suitable compensation, as well as my client will take all measures legally possible so as to get the gift deed cancelled. Needless to say, at your cost and consequences, take notice. മനസ്സിലായല്ലോ. 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന രേണുസുതി ആയാലും രേണുസുതിയുടെ കൂട്ടുകാരി ആയാലും ഈ പറയുന്ന സകലമാന വീഡിയോസും നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്തില്ല എങ്കിൽ ദാനമായിട്ട് കൊടുത്തിരുന്ന ആ ഒരു വസ്തു ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്തിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അത് വേറൊരു സൈഡ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പോൾ രേണുസുതിക്ക് ഡാൻസ് കളിക്കണ്ടേ? രേണുസുതിയുടെ ഒരു വെറൈറ്റി ഡാൻസ് ഉണ്ട്, ഞാനിവിടെ വെച്ച് തരാം. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അച്ഛനിട്ട് ചൊറിയാൻ ചെന്നതാണ്. അച്ഛൻ നല്ല രീതിയിലുള്ള പണിയാണ് ഇപ്പം തിരിച്ചു കൊടുത്തത്. ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കിവിടെ
വേറൊരു ഒപ്പീനിയൻ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിള്ളേർ ഈ ഒരു വിഷയത്തിൽ നിരപരാധികളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം രേണുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് ആ പിള്ളേരെ നമ്മൾ വലിച്ചിടേണ്ട ആവശ്യമില്ല. കാര്യം ആ പിള്ളേരെ ആലോചിച്ചിട്ടാണ് അച്ഛൻ ആ ഒരു വസ്തു കൊടുത്തത്. അപ്പം നാളെ ഇങ്ങനെ ഒരു സംഭവം നടന്ന് അഥവാ ഈ ഒരു വസ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ ശരിക്കും പറഞ്ഞാൽ വഴിയാധാരമായി പോകുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനെ സംബന്ധിച്ചാണെങ്കിൽ അച്ഛൻ ഗതികെട്ടതാണ്. കാര്യം പൊറുതി മുട്ടിയുടെ കാര്യം ഇവരൊക്കെ അത്രത്തോളം ആ ഒരു മനുഷ്യനെ ദ്രോഹിച്ച് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഇവർ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഈ സജീന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ട് ചേർന്ന് ലൈവിലെങ്ങാണ്ട് വന്നപ്പോൾ ഇട്ടതാണ്. അച്ഛനെ വിളിക്കുന്ന പേര് നിങ്ങൾ കേട്ടോണോ? ഇപ്പം അവർക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ആ സ്ഥലത്ത് വിളിക്കുന്ന വിളിയെ കേട്ടല്ലോ, ബിഷപ്പ് അല്ല ചേച്ചി ബിഷപ്പാമ്പെന്ന്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ വെറുതെ ഇരിക്കത്തില്ല, ആരായാലും പ്രതികരിക്കും. പുള്ളി പ്രതികരിച്ച രീതി ഇങ്ങനെയാണ്. കാര്യം പുള്ളിയുടെ മാക്സിമം പുള്ളി ട്രൈ ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഇടപെടാതെയും പുള്ളിയുടെ കാര്യങ്ങളായിട്ട് മാക്സിമം ഒതുങ്ങിക്കൂടി നിൽക്കുമ്പോഴും ഇവരെല്ലാവരും കൂടെ പിന്നെയും കടന്നാക്രമിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു ആ ഒരു മനുഷ്യനെ. എന്തായാലും 7 ദിവസത്തിനുള്ളിൽ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വസ്തുവും വീടും സകലമാന സാധനങ്ങളും പോകുന്ന ഗതിയിലോട്ടാണ് ഇപ്പോൾ സംഭവം വന്ന് നിൽക്കുന്നത്. എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് രേണുസുധിയുടെ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ ഒരു വീഡിയോ ഇട്ടിട്ട് രേണുസുധി ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മനസ്സിലായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ കണ്ടന്റ് ഇട്ട് തരുവാണ്. പുള്ളിക്കാരത്തിക്ക് ഒരു കാമുകനുണ്ട്, ഇതാരാണ് എന്ന് മനസ്സിലായോ എന്നുള്ള രീതിയിൽ വെറുതെ നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ ആ ഒരു ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് കിട്ടണം ഇല്ലേ? സുധിയുടെ ഇൻഷുറൻസ് പൈസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാൻ പറ്റും. അതിന് മുന്നേ നിങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് തരുവാണ്. അതായത് നിലവിൽ എനിക്ക് തോന്നുന്നു നിങ്ങളേതോ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊന്നും വന്നിരുന്ന് നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവരതൊന്നും നിർത്താനും പോകുന്നില്ല. ഇവർ ഈ ഒരു അഹങ്കാരവും ഈ ഒരു പ്രവൃത്തികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ഇനി 2-3 ദിവസത്തിന് മുന്നേ നമ്മുടെ അനീഷ് വ്ളോഗിൽ അനീഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രേണു സുധിയും പിന്നെ സുധി എല്ലാം കൂടെ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൻ്റെ വാടക കൊടുത്തിട്ടില്ലായിരുന്നു. സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇവർ പുതിയതായിട്ട് വെച്ച വീട്ടിൽ ചെന്ന് ആ വാടക ചോദിക്കുന്ന സമയത്ത് സുധിയുടെ കല്ലറയിൽ പോയി ചോദിക്കുക എന്നുള്ള രീതിയിൽ രേണു സംസാരിച്ചിട്ടുണ്ട് എന്ന് ആ ഹൗസ് ഓണർ പറയുന്ന വോയിസ് ആയിരുന്നു അനീഷ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അവരുടെ വീട്ടിൽ ചെന്നു, പുതിയ വീട്ടിൽ ചെന്നു ആചാര്യമൊക്കെ പുതിയ വീട്ടിൽ ചെന്നു ബിഷപ്പിന്റെ. അവിടുന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഭാഗത്താൻ്റെ പറയാം ചൗക്കട്ട ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് സുധിയോട് ചോദിക്കാം. അവൾ പറയാം പറഞ്ഞത് രേണു രേഷ്മ അവിടെ പേര് രേണു എന്ന് പറഞ്ഞു ഇതുപോലെ അവിടെ പോയി കല്ലറയിൽ പോയി ചോദിക്കാനേ. രേഷ്മ തങ്കച്ചൻ പുതുക്കാട്ട് വീട് കൊണ്ടാണ് അവിടെ അപ്പൻ്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കരാറിൽ ഇപ്പം എൻ്റെ വീടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ കേട്ടോ ഞാൻ പോന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വഴി പോയപ്പോൾ ഒന്ന് കയറിയപ്പോൾ ആ പുള്ളിക്കാരൻ എന്നെ കുറേ ഒത്തിരി എല്ലാം പറഞ്ഞു. നാണമില്ലേ ഇങ്ങനെ നടക്കുവാണോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചിലവർ എങ്ങനെയാണെന്നറിയാവോ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് തരണ്ട ഉണ്ടാക്കുന്ന എന്നും പറഞ്ഞ് ഞാൻ കറങ്ങി പോന്നു. ആ ബിഷപ്പിനെ കണ്ടിട്ട് മാജിക് മൂമെൻറ്റ് മാത്രം അടിക്കുന്ന രേണു സുധി ഈ പാവപ്പെട്ടവരുടെയൊക്കെ കാശ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇത് കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള സംഭവം. ഇപ്പോഴും സ്റ്റിൽ വാടക പൈസ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. രേണു സുധി വന്നിരുന്ന ഭയങ്കര രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് തള്ളുന്നുണ്ട്. ഞാൻ മാജിക് മൂമെൻറ്റേ അടിക്കത്തുള്ളൂ, പോരാത്തിന് ഇപ്പം കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പോരാത്തിന് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് സുധിയുടെ കല്ലറയിൽ പോയി ചോദിക്കാനായിട്ട്. കൊല്ലം സുധി എന്ന് പറയുന്നൊരു മനുഷ്യന് കൊടുക്കുന്ന വില ഇത്രയൊക്കെ ഉള്ളടേ. അതിനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ അന്ധങ്ങളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും അവർക്കൊക്കെ ചേർത്തിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പണി. ഇപ്പം കുറേ ആൾക്കാർ വന്നിരുന്ന് പറയുമ്പോൾ അയ്യോ ആ കുടുംബത്തെ വഴിയാധാരമാക്കിയേ അച്ഛൻ്റെ ക്രൂരതകൾ എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യനെ അത്രയും അനുഭവിച്ചു. ആ മനുഷ്യനെ ഇനി പറയാനും ചെയ്യാനും ഇനി ഇവരാരും ഇനി ഒന്നുമില്ല. ആ ഒരു കാര്യം സത്യം പറയാമല്ലോ, ആ പുള്ളിയോടൊക്കെ സംസാരിക്കുമ്പോൾ പൊട്ടിക്കരയുവാണ്. കാര്യം അത്രത്തോളം ദ്രോഹിച്ചു. കാര്യം ഒന്നെങ്കിൽ അതൊരു പുരോഹിതനാണ് എന്നുള്ളൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണ്ടേ. ഇവരുടെ ഭാഗത്ത് നിന്ന് അതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ആ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും? എന്തായാലും 7 ദിവസം കഴിഞ്ഞിട്ട് കാണാം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.